കോഴിക്കോട് വടകര ആയിഞ്ചേരി സ്വദേശിയായ വിഷ്ണുവിന്റെ തിരോധാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വിഷ്ണുവിന്റെ സാമ്പത്തിക ഇടപാടിൽ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. 10,000 രൂപയാണ് 25-കാരനായ വിഷ്ണു ലോൺ ആപ്പിൽ നിന്ന് വായ്പ എടുത്തത്. ഇതിന്റെ തിരിച്ചടവ് മുടങ്ങിയതോടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ കാണിച്ച് ലോൺ ആപ്പ് മാഫിയ സംഘത്തിലുള്ളവർ ഭീഷണിപ്പെടുത്തിയെന്ന് കുടുംബം പരാതി പറയുന്നു. നമുക്ക് ഇപ്പോൾ വിഷ്ണുവിന്റെ CCTV ദൃശ്യമുണ്ട്. വടകര ബസ് സ്റ്റോപ്പിൽ നിന്നുള്ള ദൃശ്യമാണെന്നാണ് ഇത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് ലേറ്റസ്റ്റായി ലഭിച്ച വിവരം. വർഷ ഗിരീഷ് നമുക്കൊപ്പം ചേരുകയാണ്. വർഷ, ഈ വിഷ്ണു ഇവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് പോയി എന്ന് വല്ല വിവരവും ലഭിച്ചിട്ടുണ്ടോ? SKN, ഇതാണ് പോലീസിന് ലഭിച്ച വിഷ്ണുവിന്റെ അവസാനമായ CCTV ദൃശ്യങ്ങൾ. വടകര ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. അതായത് വിഷ്ണു തന്റെ സുഹൃത്തിനൊപ്പം ATM-ൽ കയറി 1000 രൂപ എടുക്കുന്നു. ശേഷം വിഷ്ണുവിനൊരു ഫോൺ കോൾ വരുന്നു. ഈ ഫോൺ കോളിന് ശേഷം വിഷ്ണു അസ്വസ്ഥനായി എന്നാണ് സുഹൃത്ത് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഈ CCTV എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. പിന്നീട് ലാസ്റ്റ് ആയിട്ട് കണ്ട ടവർ ലൊക്കേഷൻ എന്ന് പറയുന്നത് കാസർഗോഡ് ബേക്കലിലായിരുന്നു. ഈ ഒരു സാധ്യത കണക്കിലെടുത്ത് മംഗലാപുരം, ബാംഗ്ലൂർ ഭാഗങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് പോലീസ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 സ്ഥലങ്ങളിലും പോലീസ് അന്വേഷണം നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവസാനമായി വന്ന CCTV ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ATM-ൽ കയറി പണം എടുക്കുന്നു, ശേഷം ഫോൺ കോൾ വരുന്നു. ഇതിനുശേഷമാണ് ഈ വിഷ്ണുവിനെ കാണാതാകുന്നത്. ഈ കഴിഞ്ഞ 13-ാം തീയതിയാണ് ഈ സംഭവം എല്ലാം നടക്കുന്നത്. വീട്ടിൽ നിന്നും ബാങ്കിലേക്കെന്ന് പറഞ്ഞാണ് വിഷ്ണു ഇറങ്ങിയത്. എന്നാൽ അർദ്ധരാത്രിയായിട്ടും വിഷ്ണുവിനെ കാണാത്തതിനെ തുടർന്നാണ് കുടുംബം വടകര പോലീസിൽ പരാതി നൽകിയത്. ശേഷം പോലീസ് അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കുടുംബം സൈബർ പോലീസിലും പരാതി നൽകിയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ലോൺ ആപ്പിൽ നിന്നും വിഷ്ണു 10,000 രൂപ ലോൺ എടുത്തിരുന്നുവെന്നും അതിന്റെ തിരിച്ചടവ് മുടങ്ങിയതിനാൽ വലിയ ഭീഷണി വിഷ്ണുവിന് ഉണ്ടായിരുന്നു എന്നുള്ളതുമാണ് കുടുംബത്തിന്റെ ആരോപണം. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം അതേപോലെ വിഷ്ണു കുടുംബത്തിൽ സഹോദരങ്ങൾക്ക് അയച്ച സന്ദേശങ്ങളും പുറത്തു വന്നിരുന്നു. അതിൽ പറയുന്നത് പ്രശ്നമൊന്നുമില്ല, അമ്മയോട് വിഷമിക്കാതെ ഇരിക്കണം എന്നുള്ള കാര്യമെല്ലാമാണ് പറയുന്നത്. പക്ഷെ അതിൽ വിഷ്ണു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, താൻ 65,000 രൂപ ലോൺ എടുത്തിരുന്നുവെന്നും അതെല്ലാം കൂടെ ഇപ്പോൾ പലിശ അടക്കം 1 ലക്ഷത്തിന് മുകളിലായി എന്നുള്ള കാര്യമാണ് എന്തായാലും വിഷ്ണു പറയുന്നത്. നിലവിലെന്തായാലും അന്വേഷണം CCTV-യുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷ്ണുവിന്റെ സാമ്പത്തിക ഇടപാടുകളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.